ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഹോണ്ട WB20XD മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടറിന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ വെച്ച് വെള്ളം അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ മോട്ടർ മേടിച്ച് ഒരു മാസം ആയപ്പോൾ തൊട്ട് ഈ മോട്ടറിന് ഭയങ്കര കംപ്ലയിൻറ്റ്. ഈ മോട്ടർ ലോഡ് വലിക്കത്തില്ല. ലോഡ് വലിക്കുമ്പോൾ അങ്ങ് മിസ്സിങ് ഓഫാകലും മിസ്സിങ്. നമ്മളിത് എടുത്തെടുത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ട് അവരൊക്കെ കാർബറേറ്റർ ക്ലീൻ ചെയ്യുകയും എല്ലാം ചെക്ക് ചെയ്ത് ഒരു കുഴപ്പവും മോട്ടറിന് കാണുന്നില്ല. അവരെത്ര നോക്കിയിട്ടും മോട്ടറിന് അവർ റിപ്പയർ ചെയ്തിട്ടുണ്ടോ, അവർ എവിടെ നോക്കിയിട്ട് ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത മോട്ടറാണ്. പക്ഷേ നമ്മൾ വീണ്ടും കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് വരിക. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വണ്ടി സഹിതം ഈ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ ഒരു 1000 ലിറ്റർ വെള്ളവും നിറച്ചുകൊണ്ട് ഈ വണ്ടിയും കൊണ്ട് ഞാൻ അവിടെ ചെന്ന് മോട്ടർ അടിച്ച് കാണിച്ചു കാണിച്ച് ഓഫായി. അവരഴിച്ചോളാൻ പറഞ്ഞു. മോട്ടർ അഴിച്ചോളാൻ പറഞ്ഞു. അഴിച്ചു കൊടുത്തു. കാർബറേറ്റർ അടിച്ചു, മൊത്തം സെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ അഴിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതിൽ ഒരു അഴുക്കുമില്ല, ഒന്നുമില്ല, ഒരു കംപ്ലയിൻറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് തിരിച്ച് വെച്ചു. വീണ്ടും നമ്മൾ വണ്ടിയെ കയറ്റി വെച്ചു. മോട്ടർ അടിച്ച് നോക്കി, സെയിം കംപ്ലയിൻറ്റ്. മോട്ടർ ഓഫായി പോകും. ലോഡ് വലിക്കുമ്പോൾ പൊട്ടുക, ഓഫായി പോകും. അവരഴിച്ചോളാൻ പറഞ്ഞു. വീണ്ടും അഴിച്ചു. എന്നിട്ട് അവർ അടുത്ത WB30XD, അതായത് 3 ഇഞ്ച് മോട്ടറിൻ്റെ ഒരു കാർബറേറ്റർ സെറ്റ് പുതിയത് ഇതിനങ്ങോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ടും അടിച്ചു. സെയിം പൊട്ടലും ചീറ്റലും. ഉടനെ അവർ പറഞ്ഞു കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് അല്ല, പ്ലഗ് പോയതാണെന്ന് പറഞ്ഞു. നമ്മുടെ ഈ പ്ലഗ് പോയതാണെന്ന് പറഞ്ഞു. ഈ പ്ലഗ് ഉടനെ അവർ പുതിയ പ്ലഗ് എടുത്ത് വെച്ച് അടിച്ചു നോക്കി. ഒരു കുഴപ്പമില്ല, മോട്ടർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഉടനെ തന്നെ അവരുടെ പുതിയ കാർബറേറ്റർ സെറ്റ് അഴിച്ചു. എന്നിട്ട് നമ്മുടെ തന്നെ പഴയത് കയറ്റി വെച്ചിട്ട് വീണ്ടും അടിച്ചു നോക്കി. ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മോട്ടർ ഇവിടെ ഇരിക്കുമ്പോൾ, അതായത് ഈ ചേസ് ഇത് തമ്മിൽ ഈ ഒരു കൈ കയറുന്ന ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സൈലൻസറിൽ നിന്നുള്ള പുക, അതായത് ചൂട് മൊത്തം ഇതിലടിച്ചിട്ട് തിരിച്ചടിച്ചിട്ട് ഇതിൻ്റെ പ്ലഗ് ചൂടാവുക. ഈ പ്ലഗ് ചൂടായിട്ട് ഈ പ്ലഗ് അടിച്ചു പോവുക. ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അവർ പറഞ്ഞു ഇതാ കംപ്ലയിൻറ്റ്, നിങ്ങൾ എങ്ങനെയും അത് മോട്ടർ ഒന്നുകിൽ അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. മോട്ടറിൻ്റെ ചൂട് തിരിച്ചടിക്കുന്നത് അതാണ്. കാരണം പറയേണ്ട കാര്യമില്ല, ഈ മോട്ടർ ഉപയോഗിക്കുന്ന അറിയാം, ഭയങ്കര ഹീറ്റാണ് ഈ മോട്ടറിന്. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ മോട്ടർ താത്ത് വെച്ച് കഴിഞ്ഞാൽ ചേസിൻ്റെ താഴെ പോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഒരുപാട് താണു പോകും മോട്ടർ. അപ്പോൾ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടുപിടിച്ച പരിപാടി അതേ ഉള്ളൂ. മോട്ടറിൻ്റെ സൈലൻസർ അഴിച്ചിട്ട് സൈലൻസറിൻ്റെ പൈപ്പ് കട്ട് ചെയ്തു. സൈലൻസറിൻ്റെ തന്നെ ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് തിരിച്ച് വെച്ച് ഗ്യാസ് വെൽഡിങ് ചെയ്തു. അതായത് നേരത്തെ ഇരുന്നത് ഇങ്ങോട്ടായിരുന്നു പുകയടിച്ചുകൊണ്ടിരുന്നത്. നമ്മളതിപ്പോൾ തിരിച്ച് ഇങ്ങനെ ആക്കി. അതായത് ഇപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകത്തുള്ളൂ പുക, അതായത് മുന്നോട്ടേ പോകത്തുള്ളൂ. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്യാസ് വെൽഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഞാനിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നട്ട് ചുമ്മാ ഇട്ട് വെച്ചേക്കുക. നമ്മൾ സൈലൻസർ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോവുക. വീഡിയോ എടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഒറ്റ കൈ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് വീഡിയോയ്ക്ക് ലെങ്തും കൂടുതലാവും. സൈലൻസർ വെച്ചു. നമ്മുടെ സൈലൻസർ വെച്ചിരിക്കുകയാണ്. നട്ട് മുറുക്കാൻ പോയാൽ നമ്മൾ മോട്ടറിൻ്റെ സൈലൻസർ തിരിച്ച് വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുറുക്കി. ഇപ്പോൾ നേരത്തെ സൈലൻസർ ഇങ്ങോട്ടായിരുന്നു. അന്നേരം ഈ സ്ഥലത്ത് നല്ല ഗ്യാപ്പ് കുറവുണ്ടായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ സൈലൻസർ തിരിച്ച് ഫിറ്റ് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ ഗ്യാപ്പായി. ഇപ്പോൾ പ്ലഗ് അടിക്കണമെങ്കിൽ പ്ലഗ് അഡാപ്റ്റർ ഫിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം എളുപ്പമായി. അതുപോലെ സ്ഥലമായി. സൈലൻസറിൻ്റെ പുക ഇനി ഇങ്ങോട്ടേ വരത്തുള്ളൂ. അപ്പോൾ ബാക്കി നേരത്തെ ഇങ്ങോട്ടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സൈലൻസർ ഒന്ന് കട്ട് ചെയ്ത് തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നല്ല ഗ്യാപ്പായി ഇപ്പോൾ ഇടയ്ക്ക്. നേരത്തെ ഇവിടെ ഇത്രയും ഗ്യാപ്പില്ലായിരുന്നു. അപ്പോൾ നല്ല ഗ്യാപ്പായി. അപ്പോൾ ഞാനിപ്പോൾ ഇത് വണ്ടിയിലോട്ടൊന്ന് എടുത്ത് വെച്ച് കാണിക്കാം. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ മോട്ടർ എടുത്ത് വെച്ചു. കണ്ടല്ലോ, മോട്ടറിൻ്റെ സൈലൻസർ ഇപ്പം വലത്തോട്ടാണ് ഇരിക്കുന്നത്, അതായത് ഇങ്ങോട്ടാണ് സൈലൻസർ ഇരിക്കുന്നത്. നേരത്തെ നേരെ ഇത് ഇങ്ങോട്ടായിരുന്നു. വെട്ടം കുറവാണ്. നേരെ ചേസിലിട്ടാണ് അടിക്കുന്നത്. ഈ ചേസിൽ അടിക്കത്തില്ല, ഇത് മൊത്തം വെളിയിലേക്കേ പോകത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കുമ്പോൾ അറിയാം ഇതിന് ഇനിയും കംപ്ലയിൻറ്റ് വരുമോ ഇല്ലയോ. അപ്പോൾ ഇതാണ്. അപ്പോൾ വണ്ടിയെ ഫിറ്റ് ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് സൈലൻസറിൽ നിന്നുള്ള ഹീറ്റ് അടിക്കുന്നുണ്ട്, പ്ലഗ് അടിച്ച് പോകുന്നതുകൊണ്ടാണ്. അത് നമ്മൾ മോട്ടർ റിപ്പയർ ചെയ്യുന്നിടത്ത് ചെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അവർ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതിട്ട് പണിതുകൊണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു. ഈ വണ്ടിയും കൊണ്ട് ചെന്നുകൊണ്ടാണ് അവരത് പറഞ്ഞത്. ഏതായാലും ശരി, ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ.